പ്ലീസ് വള വേസ്റ്റ് ലൈഫ് എന്നാണ് പറയാ, തക്ക് ലൈഫ് അല്ലേ ഇത്. കാരണം നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്തത് അതിൻ്റെ ഒന്നുമില്ല. ആ നായകനെക്കാളും മേളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നായകൻ്റെ വാലിക്കെട്ടല്ല, നായകൻ്റെ ഫസ്റ്റ് ബിഗിനിങ് സീനിൻ്റെ 10 മിനിറ്റിൻ്റെ അത്ര പോലും ഇല്ല പടം. ഇത് മണിരത്നം എടുത്ത പടം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര കത്തിപ്പടം, ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. മ്യൂസിക്കും പോരാ, എ ആർ റഹ്മാനും പോരാ, മൊത്തത്തിൽ പോരാ, പടം പോരാ. ഫസ്റ്റ് ഹാഫ് പിന്നെ കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കോമാളി തരം പോലെ എന്തൊക്കെയോ ഞാൻ പറയുന്നില്ല. അതിനെക്കാട്ടും നല്ലതാണ്. ദുൽഖർ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം, ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദുൽഖർ ഒരു വകയില്ല, എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമൽഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. ജോജുവിൻ്റെ കുറച്ച് സൈഡിലൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ജോജുവിനെയൊക്കെ എടുത്ത് ഒരു ഇമ്പാക്റ്റ് ഇല്ല. പടം മൊത്തത്തിൽ ഭയങ്കര ലാഗെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. ആസം ഭയങ്കരമായിട്ട് അങ്ങ് തള്ളി 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 കയറ്റിയിട്ട് നമുക്കങ്ങ് തല പെരുക്കുന്ന ഒരു അവസ്ഥ. ഒരു രക്ഷയില്ല. കമൽഹാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ അവസ്ഥയായി. മൊത്തത്തിൽ ആകെപ്പാടെ ഒരു സുഖമില്ല. സത്യത്തിൽ 3 ലെജൻസിനെ കാണാൻ വന്നിട്ട് മൂഞ്ചി അവസ്ഥയാണ്. ഇത്രയേ ഉള്ളൂ. പടം നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് പിന്നെ ഓക്കെ. 100 പടം പണ്ട് ഹിന്ദിയിലും തമിഴിലൊക്കെ വന്നതാണ്. ഗ്യാങ്സ്റ്റർ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ച് പോരാ. ഇതല്ല പ്രതീക്ഷിച്ചത്. ഒരു ഇത് വന്നിട്ടില്ല ബ്രോ, എന്ന് വെച്ചാൽ നമ്മളൊരു മൊത്തത്തിൽ മൂവി ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയണം ബ്രോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ പിടിച്ചിരുത്താനുള്ള ഒരു സംഭവം ഇല്ല. പക്ഷേ സിംബു കൊള്ളായിരുന്നു. സിംബുവിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. പക്ഷെ പടം പോരാ. അത് ഒരു ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല മണിരത്നത്തിൻ്റെ പടമാണെന്ന് പറയാൻ തന്നെ എന്താ ഒരു ഇതില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി അല്ല. ഒരു ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. സെയിം സ്റ്റോറി എടുത്ത് ഇങ്ങനെ ആക്കി വെച്ചേണ്ട ഒരു കാര്യമില്ല. കാരണം ഭയങ്കര മോശമാണ്. മ്യൂസിക് ആണെങ്കിൽ എല്ലാവരുമായി ടോം ആൻഡ് ജെറി അങ്ങോട്ടും ഇങ്ങോട്ടും എലിയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ആ ലെവലിലേക്കാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ല, വളരെ മോശമാണ്. കാരണം തൃശ്ശൂർ റോളടക്കം മോശമാണ് ചെയ്തിരിക്കുന്നത്. ദുൽഖറിൻ്റെ ബിഗ്ഗസ്റ്റ് എസ്കേപ്പ് എന്ന് വേണം പറയാൻ. കാരണം ഉറപ്പായിട്ടും ദുൽഖറാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ട്രോളി കൊന്നെങ്കിൽ ആ റേഞ്ചിലാണ് പടം വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ലാഗായിരുന്നു. ഒരു ഗാങ്സ്റ്റർ വാറാണ്. പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഭയങ്കര വെട്ടുകുത്ത് കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്, നമുക്ക് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. അല്ല എന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് തോന്നില്ല ഇത് ഇത്രയും വലിച്ചു നീട്ടണത്. എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് ആ സംഭവം. പക്ഷേ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ കുറേ ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ഫൈറ്റും സെക്കൻഡ് ഹാഫ് അത്രയ്ക്കൊരു ഇതില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. മണിരത്നത്തിൻ്റെ ഒരു പഴയ മേക്കിങ്ങും കാര്യങ്ങളും സ്റ്റൈലും എല്ലാം ഉണ്ട്. കമൽഹാസൻ നല്ല ഇപ്പോഴും നല്ല ആ ഒരു സ്വാഗ സ്റ്റൈലും എല്ലാം ഉണ്ട്. STR അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മാജിക് വർക്കായി, അത്യാവശ്യം വർക്കായി. കുഴപ്പമില്ലാത്ത പടമായിരുന്നു, നല്ല പടമായിരുന്നു. കമൽഹാസൻ എങ്ങനെയുണ്ട്? ഇന്ത്യൻ 2 എന്ന പരാജയ ചിത്രത്തിന് ശേഷമാണല്ലോ. അയ്യോ, ഇന്ത്യൻ 2 വെച്ചത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 2 ഒക്കെ ശങ്കർ ഏതോ അവസ്ഥയിലോ എടുത്ത പടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇന്ത്യൻ 2 ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, നല്ല പടമായിരുന്നു. കണ്ടോണ്ടിരിക്കും. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ആ വേൾഡ് ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ്. ആ ഒരു മണിരത്നം മാത്രം ഇങ്ങനത്തെ പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ആ ഒരു സംഭവം നേക്കാതെ വന്നത്. ആ ഒരു മൊത്തത്തിലൊരു ഇത് അല്ലാതെ മോശം പടം എന്നൊന്നും പറയാനില്ല. എന്തോ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫൈനൽ ബിൽഡപ്പ് ഒന്നും അത്രയും ഗുമ്മ തോന്നിയില്ല. STR ആണ് ഏറ്റവും അടിപൊളിയായിട്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് STR സൂപ്പറായിരുന്നു. പക്ഷെ പിന്നീട് സ്ക്രീൻ പ്ലേയുടെ പ്രശ്നം കാരണം എന്തോ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നില്ല. ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പടം എന്ന രീതിയിൽ അവസാനിക്കുന്നുണ്ട്. അഭിനയിക്കാൻ നന്നായി പോയെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം മനിരത്തിൻ്റെ പടമാണെങ്കിൽ എന്താണ് ആ റേഞ്ചിൽ ആർക്കായാലും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതങ്ങനെ മോശമൊന്നും. ഇറ്റ്സ് എ വൺ ടൈം വാച്ച്. ഐശ്വര്യലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റോളായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. ആക്ടിങ് കൊള്ളാം, പക്ഷെ കഥയില്ലെങ്കിൽ ആക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെടുത്തിയെടുത്ത AR റഹ്മാനും പറ്റിയിട്ടില്ല, അതാണ് പറയാറ്. ബ്രോ, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നോക്കുക. അതിൻ്റെ 1 ലൈൻ എടുത്തിട്ട് എന്താണ് കഥയെന്ന് എഴുതി നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. കഥയിലൊന്നുമില്ല, ത്രെഡില്ല. പിന്നെ അതിൽ അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ചിമ്പുവിനെ പൊതുവെ കാണിക്കാറില്ല. ഈ ഓവർ ലൗഡ് പരിപാടിയില്ല, സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആകെയുള്ള എനിക്ക് തോന്നിയൊരു വെറൈറ്റി. അല്ലാതെ അതിലൊന്നുമില്ല. ജോജു ജോർജ് നന്നായിരുന്നു, നല്ല പെർഫോമൻസ്. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. നമ്മൾ നായകൻ തൊട്ട് ചെക്ക ചിവന്ത വനം വരെ ഏത് ഗാങ്സ്റ്റർ പടം കണ്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാ സീൻ്റെയും കഥയാണ്. വലിയ പുതുമയൊന്നുമില്ല. ആകെ മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, അഭിനയിച്ച ആൾക്കാർ പെർഫോമൻസ് കൊള്ളാം. ഇത്ര ഇതുണ്ടായിട്ടും കഥ എന്നൊരു സംഭവം കാരണമാണ് പടത്തിന് ഇത്ര നെഗറ്റീവ് വരാൻ കാരണം. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസാണ്. വേറെ പ്രത്യേകിച്ച് പടത്തിലൊന്നുമില്ല. സെക്കൻഡ് ഹാഫൊക്കെ അട്ടർ ഫ്ലോപ്പായിരുന്നു. എൻഗേജ് ഫസ്റ്റ് ഹാഫ് നല്ല ബിൽഡ് ചെയ്ത്, പക്ഷേ എന്നാലും നമുക്ക് കണ്ടുപിടുത്ത കഥയാണെങ്കിലും ആ ബിൽഡ് ചെയ്ത രീതി കൊള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ട് ഇല്ലാണ്ടായി കളഞ്ഞു. ഒരുമാതിരി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല പടം കണ്ടപ്പോൾ. അത്രയും
ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയാണ് എല്ലാം ടോപ്പാണ്. ഞാൻ പറഞ്ഞ ആകെ കഥ ഒന്നും ഇതായിരുന്നെങ്കിൽ പടം കുറച്ച് കയറിയാണ്. പക്ഷേ കഥ ഭയങ്കര ബോറായിപ്പോയി ആ ഒരു സംഭവം. സ്റ്റോറി ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ലൈക്ക് ഇത്രയും കാലം കണ്ടുവന്ന അതേ ടെംപ്ലേറ്റിൽ തന്നെയാണ് പോകുന്നത്. അല്ല ലൈക്ക് BGM വർക്കൊക്കെ എടുത്തു പറയാം, മേക്കിംഗ് എടുത്തു പറയാം. ലൈക്ക് എന്തോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതി മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയും ലൈക്ക് ഈ സ്ക്രിപ്റ്റും ഒക്കെ കറക്റ്റ് നമ്മൾ എന്ത് പറയാൻ ഇത്രയും കാലം കണ്ടിരുന്ന അതേ ശൈലി തന്നെയാണ്. വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു യൂഷ്വൽ ഗാങ്സ്റ്റർ പടം തന്നെയാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഇച്ചിരി ബോറായിരുന്നു. ലൈക്ക് നമുക്ക് സെക്കൻഡ് ഹാഫൊക്കെ 1-2 സീനൊക്കെ ഉറങ്ങിപ്പോയി ശരിക്കും. പക്ഷേ കൊള്ളാം, പടത്തിൻ്റെ മേക്കിംഗ് കൊള്ളാം. സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ ലൈക്ക് നല്ല റിവ്യൂ വന്നേനെ. നല്ല പടമായിരുന്നു. മലയാളം ജോജു ജോർജ് ആവട്ടെ, ഐശ്വര്യ ലക്ഷ്മി ആവട്ടെ, എല്ലാവരും നന്നായിട്ട് പ്രശ്നം നല്ല മൂന്ന് തീർച്ചയായിട്ടും നല്ല കമലഹാസൻ്റെ മാത്രമല്ല ചിലമ്പരശന് നല്ലൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്.